ഇല്ല. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗാണ്. അപ്പോൾ ഒരു ഉച്ച സമയമാണ്. അപ്പോൾ ഞാനൊരു ഫുഡൊക്കെ കൊടുത്ത് അവനൊന്ന് പാർക്കിലേക്ക് കൊണ്ടുപോകും. കുറേ ആയിട്ട് അവൻ പാർക്കിലേക്ക് പോയിട്ട് അപ്പോൾ ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. ലിഫ്റ്റിനെ ചവിട്ടുക, ലിഫ്റ്റിനെ അടിക്കുക, ഇതെന്താ തുറക്കാത്തെന്ന രീതിയിലാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ തുറന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി ഓട്ടവും ചാട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എൻ്റെ കൈ വന്ന് പിടിച്ചോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പാർക്കിൽ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന് എൻ്റെ കൈയൊക്കെ പിടിച്ച് നല്ല കുട്ടിയായിട്ടിരുന്നു. അങ്ങനെ ഇതേ നമ്മൾ പാർക്കിൽ പോവുകയാണ്. അങ്ങനെ നമ്മൾ കോട്ടേഴ്സിൻ്റെ താഴെ തന്നെയാണ് ഈ പാർക്കുള്ളത്. ഇതാണ് കോട്ടേഴ്സിൻ്റെ പുറംഭാഗം. ഇതുപോലെയാണ് ഓരോ കോട്ടേഴ്സുകൾ നിറയെ ഉണ്ടായിരിക്കുകയാണ്. നടുവിലാണ് ഈ പാർക്ക് ഏരിയ വരുന്നത്. ഉച്ച സമയം ആയതുകൊണ്ട് ചെറിയ വെയിലുള്ളതുകൊണ്ട് എല്ലാ കുട്ടികളും കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പാരൻസ് ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങും ഈ നേരത്ത്. പാർക്കിലെത്തി പാർക്കിൽ ഇങ്ങനെ ഓടി കളിക്കും. നമ്മൾ പിന്നാലെ ഓടണം. അതുകൊണ്ടാണ് കൂടുതലും പാർക്കിലേക്ക് കുറയുന്നത്. റൈഡിൽ കയറിയാലും കയറലൊക്കെ കുറവാണ്. കയറിയാൽ അപ്പം തന്നെ ഇറങ്ങണം. അതായത് ഫസ്റ്റ് ആ റൈഡിൽ കയറി അങ്ങനെ ഓരോ കറക്കം കറക്കിയതും ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി, അപ്പം തന്നെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോയി. ഇത് പിന്നെ ഒറ്റയ്ക്ക് ചെയ്തോളൂ കേട്ടോ. ഇതൊറ്റയ്ക്ക് കയറി ഇങ്ങനെ ഒരിച്ചു. അപ്പോൾ പിന്നെ ഈ ഷൂവും ഈ മണ്ണും അതൊക്കെ കൂടി അങ്ങനെ കയറിയിരിക്കാൻ നോക്കിയതാണ്. പെട്ടെന്നൊന്ന് ചെരിഞ്ഞു. അപ്പം തന്നെ എന്നെ ഒന്ന് നോക്കി. ഞാൻ അങ്ങനെ വലിയ മൈൻഡ് കൊടുക്കാണ്ടായി. അപ്പോൾ അവൻ തന്നെ എണീറ്റ് അവൻ്റെ കാര്യം എന്തായി ഓട്ടം വീണ്ടും തുടങ്ങി. അങ്ങനെ പാർക്കിലെ ഇതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ. നമ്മൾ പഞ്ചാബിലൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ഇവിടെ പഞ്ചാബിലുള്ള മലയാളികൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. അങ്ങനെ ഇതാണ് ജലന്ധർ സിറ്റി. എന്ത് ഭംഗിയല്ല കാണാൻ. നൈറ്റ് നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഞങ്ങളുടെ ഒടുവിൽ അമ്പലത്തിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങളതേ അമ്പലത്തിൽ കയറാണ് കേട്ടോ. അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പോകുമ്പോൾ തന്നെ 7-7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിവേദ്യം ആയിരുന്നു അവിടെ. അപ്പോൾ ഞാനുകൊണ്ട് അതേ തൊഴുതിച്ച് പണ്ടൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. ഞാനൊന്ന് തൊഴ നല്ല ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ കാണിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഓടിക്കളിയായിരുന്നു മുഴുവൻ. അങ്ങനെ കൈയൊക്കെ പിടിച്ച് അത്യാവശ്യം ഒന്ന് അവനെ തൊഴുതിപ്പിച്ചു. അപ്പോഴാണ് അവിടെ ഒരു മണി കാണുന്നത്. പിടിച്ച് വലിയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തട്ടുന്നുണ്ട്. പിന്നെ ഒരാൾ ചെയ്യുന്ന കണ്ട അപ്പം തന്നെ അടുത്ത ആളുകളും ചെയ്യണം. അങ്ങനെ കാശിക്കുട്ടനും ചെയ്തു. അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയല്ല മോനെ, ഇങ്ങനെയാണ് ചെയ്യണേന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ നമ്മൾ കുറച്ച് പുഷ്പാഞ്ജലി വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസാദം വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അച്ഛനും മോനൊക്കെ തൊഴുത് പ്രസാദമൊക്കെ മേടിച്ച് പിന്നെ പിള്ളേരവിടെ ഓടിക്കളിയായിരുന്നു. 3 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടായിരുന്നു. ഫുൾ നല്ല കളിയും ഇതൊക്കെയായിരുന്നു. ഞാനൊട്ടൻ എവിടെ നിൽക്കുന്നില്ല, കയറുക ഇറങ്ങുക ഓട്ടം തന്നെയായിരുന്നു. അവിടെ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ വിളക്ക്, അതിൽ തൊടുക പോയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റിട്ടേൺ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഡീനാൻ്റെ ബർത്ത്ഡേയുടെ നെക്സ്റ്റ് പാർട്ട് സെലിബ്രേഷൻ ആയിരുന്നു. അപ്പം നമ്മളിന്ന് അവരുടെ ക്വാർട്ടേഴ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അവരുടെ ക്വാർട്ടേഴ്സിലേക്ക് എത്തിയിട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ്ങാണ്. എല്ലാ പിള്ളേരും കൂടി ഇരുന്ന് കേക്ക് കട്ട് ചെയ്യുന്നത്. ഞാനിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. കാശിയുടെ കയ്യിൽ നിന്ന് കത്തി കിട്ടണമെന്ന് പറഞ്ഞിട്ട് അവനെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഒരു കേക്കിന് കഷ്ണം വെച്ചോടത്തപ്പോൾ പിന്നെ ഓക്കെ ആയത്. മെഴുകുതിരിയുടെ പുകയാട്ടോ ഈ കാണുന്നത്. അങ്ങനെ കേക്കൊക്കെ വെച്ച് നമുക്ക് ഫുഡ് അടിക്കിലേക്ക് കിടക്കാം. മനീഷീൻ്റെ സ്പെഷ്യൽ ബിരിയാണി, ചിക്കൻ ഫ്രൈ തുറക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല, നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു, അതുപോലെ സ്പെഷ്യലായിട്ടുള്ള പാലട പായസം ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, പായസം ഉണ്ടായിരുന്നു, സലാഡ് എല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഫുഡ് ഉണ്ടാക്കിയ ആൾ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് പിരിഞ്ഞു. അങ്ങനെ പാർട്ടിയൊക്കെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.